ഈ മനുഷ്യൻ പമ്പാ നദിയിലിറങ്ങി എന്തിനുള്ള പുറപ്പാടാണ്? കയ്യിലൊരു സ്റ്റിൽ ഫോട്ടോ ക്യാമറയുമുണ്ട്. കൊറ്റിയുടെ മനോഹരമായ ഒരു ചിത്രമെടുക്കാനായിരിക്കും ശ്രമം. കൊറ്റിയുടെ ഒരു ചിത്രമെടുക്കാൻ നദിയിലിറങ്ങി ഇത്ര അടുത്തേക്ക് പോകേണ്ടതുണ്ടോ? ക്യാമറ സുരക്ഷിതമാക്കി ഇനി ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ക്ഷമയോടെ നോക്കാം. പാവം കൊറ്റി പമ്പാ നദിയിലെ മാലിന്യത്തിനിടയിൽ കാലും ചുണ്ടും കൊരുങ്ങി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ കിടക്കുകയായിരുന്നു. ഈ സമയത്താണ് പത്തനംതിട്ട മാതൃഭൂമി സീനിയർ ഫോട്ടോഗ്രാഫർ കെ അബൂബക്കർ വരണ്ടു കിടക്കുന്ന പമ്പാ നദിയുടെ ചിത്രമെടുക്കാനെത്തിയത്. അവിടെ സത്യത്തിൽ പമ്പ നന്നായിട്ട് വരണ്ട് കിടക്കുക. ആ നടപ്പാലത്തിൻ്റെ താഴെ നമ്മുടെ വെള്ളപ്പൊക്കത്തിനൊക്കെ നല്ല പവറിൽ വെള്ളം ഒഴിച്ച് വന്നിട്ട് ഒരു വലിയ കുഴികളുണ്ടായിരിക്കുക. ആ കുഴിയിലാണ് കഴിഞ്ഞ സീസണിൽ ആന്ധ്രയിൽ നിന്നുള്ളൊരു കൊച്ച് ആ കുഴിയിൽ പോയി മരിച്ചിരുന്നു. അതെനിക്കറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ ആ പമ്പയിലെ മൊത്തം വെള്ളം പറ്റിയപ്പോൾ അത്ര ആഴം ഉണ്ടാവില്ല. അതുപോലെ കല്ലൊക്കെ കാണുന്നുണ്ട് കുറച്ച് ഏരിയയിൽ. ആ കല്ലിൻ്റെ ഭാഗത്തൂടെയാണ് ഞാൻ നടന്നു വരുന്നത്. പക്ഷേ ഭയങ്കര വഴുക്കലായിരുന്നു. ആദ്യം ഞങ്ങൾ കണ്ടില്ലായിരുന്നു. പിന്നെ ഒരു ചെറിയ ചലനം കണ്ടപ്പോഴാണ് ഈ ഒരു കൊറ്റി അവിടെ ഇരിക്കുന്നത്. സാധാരണ കൊറ്റി അവിടെ മീൻ പിടിക്കാൻ വന്ന് സാധാരണ വെള്ളത്തിൽ എന്തെങ്കിലും പുറത്തിരിക്കുമല്ലോ. അങ്ങനെ ഈ മാലിന്യത്തിൻ്റെ പടമെടുക്കാൻ പോയതാണ് ഞങ്ങൾ. ശരിക്കും ഈ കൊറ്റിയെ കണ്ടിട്ടൊന്നും പോയതല്ല. കൊറ്റിയെ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായി വന്നിരിക്കുകയാണെന്നേ തോന്നിയുള്ളൂ. ഞങ്ങൾ പടമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടും കൊറ്റി അനങ്ങുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഞാൻ ജയകൃഷ്ണനും ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫർ ജയകൃഷ്ണനും ഉണ്ടായിരുന്നു. അപ്പോൾ ജയകൃഷ്ണനോട് പറഞ്ഞാൽ അത് അനങ്ങുന്നില്ലല്ലോ, അത് അവിടെ എന്തോ കുടിയും കിടക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ വെള്ളം അല്പം തളിച്ചു വന്നു. അപ്പോൾ ഇതിന് പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ജയകൃഷ്ണനോട് പറഞ്ഞു, ഇത് ഇവിടെ ഇട്ടുപോയാൽ ഇത് ചത്തുപോകും, കാരണം സീസൺ അല്ലല്ലോ, ആരും ഇതിനെ കാണില്ല. പമ്പയിലൊന്നും ആരും ഇല്ലായിരുന്നു, കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അതുപോലെ ആരും ശ്രദ്ധയിൽ വരില്ല, കാരണം ഈ മാലിന്യത്തിൻ്റെ ഇടയിൽ കിടക്കുന്നതുകൊണ്ട് ആരും ഇതിനെ ശ്രദ്ധിക്കില്ല. അങ്ങനെ ആകുമ്പോൾ ജയകൃഷ്ണൻ പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഒഴിവാക്കിയിട്ട് പോവാം, എന്തായാലും നമ്മളിവിടെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇതിനിട്ടിച്ച് പോകുന്നത് ശരിയല്ല എന്ന്. കഴിഞ്ഞ് പറയുന്നത് ഭയങ്കര ഹാപ്പി. നമുക്ക് ഒന്നിനെ ജീവൻ രക്ഷിച്ചപ്പോൾ ഒരു സന്തോഷം തോന്നും. കൊറ്റി തളർന്നു വരുന്നു. അപ്പോൾ 1-2 ദിവസം മുന്നേ കുടുങ്ങിയതായിരിക്കാം. കൊക്കിലാണ് ശരിക്കും. കൊക്കിൽ നമ്മുടെ ഈ സ്വാമിമാരുടെ മുണ്ടിലുണ്ടാകുന്ന കരയില്ലേ, മഞ്ഞക്കര, അതിന് നൂല് കട്ടിയുള്ളതായിരിക്കും. ചെറിയ നൂലല്ല, കട്ടിയുള്ള നൂലായിരുന്നു. ആ നൂലിൽ കുടുങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫോട്ടോഗ്രാഫർക്ക് കരയിൽ നിന്ന് ചിത്രമെടുക്കാമായിരുന്നു, മടങ്ങാമായിരുന്നു. ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ കൂടി കണ്ട കൊറ്റിയുടെ നിസ്സഹായാവസ്ഥ ഈ ഫോട്ടോഗ്രാഫറുടെ മനസ്സിനെ പിടിച്ചുലച്ചു. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ ആ കൊറ്റി ചിറകടിച്ച് പറന്നു പോകുന്നത് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം ഈ ഭൂമിയിൽ മറ്റെന്തുണ്ട്? ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ ജയകൃഷ്ണൻ ഓമല്ലൂരാണ് ദൃശ്യം പകർത്തിയത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.